തീർച്ചയായിട്ടും നമ്മുടെ റിപ്പോർട്ടർ അമലിന് ഉമ തോമസിനെ കയറി കാണാൻ കേട്ടു. ഉമ തോമസിൻ്റെ കുടുംബ സുഹൃത്തു കൂടിയാണ് അമൽ. നമ്മളൊക്കെ ഇന്നലെ കണ്ടിരിക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഉമ തോമസിനെ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്ന ദൃശ്യമാണ്. ഇപ്പോൾ അമൽ കയറി കാണുകയും ചെയ്തു. എന്താണൊരു അവസ്ഥ? ഇന്നലെ നമ്മൾ ആശങ്കപ്പെട്ടതുപോലത്തെ ഒരു അവസ്ഥ ഇല്ല. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ആശുപത്രി അധികൃതരോടൊക്കെ സംസാരിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞത് അതീവ ഗുരുതരാവസ്ഥ എന്നുള്ള നിലയിലാണ്. എങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു അതീവ ഗുരുതരാവസ്ഥയില്ല. CT സ്കാനായി കൊണ്ടുപോയി 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വെച്ച ശേഷം സ്കാനിങ്ങിന് കൊണ്ടുപോകാമെന്നായിരുന്നു ആദ്യം നമ്മളെ അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ട്. 24 മണിക്കൂർ അങ്ങനെ കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം BP സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ അങ്ങനെ 24 മണിക്കൂർ സമയം പറഞ്ഞിരുന്നത്. ഇപ്പോൾ BP സ്റ്റേബിൾ ആയി. ഇപ്പോൾ BP സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് CT സ്കാൻ വൈകുമെന്നും ഈ ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ CT സ്കാൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിൽ ഒരു സ്ഥിരത വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ വൈകുന്നേരം ഒരു പ്രാഥമിക പരിശോധന കഴിഞ്ഞിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന BPയുടെ വേരിയേഷൻ ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പോൾ പക്ഷേ അത്ര വേരിയേഷൻ കാണിക്കുന്നില്ല, ചെറിയ വേരിയേഷൻ മാത്രമാണ്. അപ്പോൾ 3-ാം നിലയിലെ ICUയിൽ നിന്ന് ഇപ്പോൾ താഴേക്ക് CT സ്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ CT സ്കാനിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം. എന്തായാലും ആദ്യം ആളൊന്ന് സ്റ്റേബിൾ ആകട്ടെ, അതിനുശേഷം പിന്നീടുള്ള ചികിത്സയിലേക്ക് കടക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഈ തലയടിച്ചാണ് വീണിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മുഖത്ത് നല്ല നീരുണ്ട്. ഈ പുറത്തേക്ക് ഇറക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ ആളുടെ മുഖമൊക്കെ ഭയങ്കര ഇങ്ങനെ ആ വീണതിൻ്റെ ഒരു ആഘാതം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ വാരിയലിന് ക്ഷണിതമേറ്റല്ല ഈ ശ്വാസകോശത്തിന് പരിക്കേറ്റത്. ഈ പൊട്ടിയപ്പോൾ നെറ്റിയിൽ പരിക്കുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്ന പരിക്കാണ്. പിന്നീട് മുഖത്ത് അവിടെ ഇവിടെയും എല്ലാം മുറിഞ്ഞിട്ടുണ്ട്. അങ്ങ് അടിച്ചാണല്ലോ വീണത്. അപ്പോൾ അങ്ങനെ ചോര മൂക്കിലും വായിലുമായി പോയിരുന്നു. പിന്നീട് ശ്വാസം വലിച്ചപ്പോൾ അത് ശ്വാസകോശത്തിലേക്ക് ബ്ലഡ് പോയി എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. നിലവിലെന്തായാലും നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ ഇന്നലെ വൈകുന്നേരത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ചികിത്സ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കണം. അപ്പോൾ ഒരല്പസമയത്തിനകം തന്നെ ഈ കോട്ടയത്ത് നിന്ന് വന്ന പ്രത്യേക സംഘമുണ്ട്, മെഡിക്കൽ സംഘമുണ്ട്. അവരെല്ലാം മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട്. മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷം എന്തെല്ലാം തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളതിനെ പറ്റി അവർ ആലോചിക്കും. എന്തായാലും ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആളുടെ അവസ്ഥ ഒന്ന് ശരിയായതിനു ശേഷം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ CT സ്കാനിന് കൊണ്ടുവന്നതും വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടി തന്നെയാണ്. സ്കാനിന് ശേഷമായിരിക്കുമല്ലോ തുടർ ചികിത്സ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം മെഡിക്കൽ ബോർഡ് എടുക്കില്ലേ? അങ്ങനെയാണ്. അത് CT സ്കാൻ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അതോടൊപ്പം തന്നെ വിദഗ്ധ സംഘം, ഡോക്ടർമാരുടെ സംഘം കോട്ടയത്ത് നിന്ന് വന്നിരുന്നില്ല. അപ്പോൾ അവരോട് കൂടി ആലോചിച്ച ശേഷം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ തീരുമാനിക്കും. ഇപ്പോൾ എന്തായാലും വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റിക്കൊണ്ടുള്ള ഒരു ചികിത്സയും നടക്കുന്നൊരവസ്ഥയില്ല. നമുക്ക് കാത്തിരിക്കേണ്ടി വരും ഒന്ന് നേരെയായി വരാൻ. ആ ഒരു വീഴ്ചയുടെ ആഘാതം നല്ലപോലെ ഉണ്ട്. ഒരിടത്ത് മാത്രമാണ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ തലയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വാരിയലിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പലയിടങ്ങളിലും ചതവും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയും ഉയരത്തിൽ നിന്നാണല്ലോ വന്ന് വീണത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതിനാൽ തന്നെ നിലവിൽ ഈ ചികിത്സ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ അത് പൂർണ്ണമായും ആ ഇന്റേണൽ ബ്ലീഡിംഗ് നിന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ആ വീഴ്ചയുടെ ആഘാതത്തിലുണ്ടായ ചെറിയ നെർവുകളൊക്കെ പൊട്ടിയുണ്ടായ ബ്ലീഡിംഗ് എന്നുള്ളതായി ഡോക്ടർമാർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് അതിൽ വലിയ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ പരിശോധനകൾ ഇനിയും വേണ്ടി വരും. അപ്പോൾ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ CT സ്കാൻ റിപ്പോർട്ട് കിട്ടി മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷം വരുന്ന മണിക്കൂറിൽ എങ്ങനെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യം പറയാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുടുംബമൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടല്ലേ? മക്കളെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, മുകളിലുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള ആളുകളും എല്ലാവരും വന്നിട്ടുണ്ട്. അതോടൊപ്പം വിഷ്ണുവും വിവേകും 2 മക്കളും അവിടെയുണ്ട്. അവരെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ കൊണ്ടുപോയി അകത്ത് ഈ CT സ്കാനിന് കൊണ്ടുപോകുന്ന സമയത്തെല്ലാം അവരെ ഒപ്പം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും നിലവിൽ വലിയ ആശങ്കയ്ക്ക് ഉള്ള ഒരു ആശ്വാസകരമായ കാര്യമില്ലേ? കൊണ്ടുവന്ന സമയത്തുള്ള അവസ്ഥയേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടല്ലേ? അത് ഇന്നലെ വൈകുന്നേരം നമ്മൾ ഈ ആശുപത്രി അധികൃതരോടും കുടുംബത്തോടെല്ലാം സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ രാവിലെയാണ് കയറി കണ്ടത്. അപ്പോൾ ആ സമയത്തെല്ലാം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് വലിയ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെ ആയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ അത്രയൊരു നമുക്ക് ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും പറയുന്നത്. ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മളോട് ഒന്നും കൂടി സംസാരിക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അമൽ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ഇക്കാര്യം പറയുന്നത്. ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്. അതായത് കൊണ്ടുവന്ന സമയത്തേക്കാൾ മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് ഉമ തോമസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ CT സ്കാൻ എടുക്കുന്നുണ്ട്. ആ CT സ്കാനിന് ശേഷം മാത്രമായിരിക്കും തുടർ ചികിത്സ സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് മെഡിക്കൽ ബോർഡ് എത്തുക. കാരണം എന്തൊക്കെ പരിക്കുകളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ഈ സ്കാനിലൂടെയും പരിശോധനയിലൂടെയും അറിയാൻ കഴിയും. അതിനുശേഷം അത് വിലയിരുത്തിക്കൊണ്ട് തുടർ ചികിത്സ സംബന്ധിച്ച് തീരുമാനം എടുക്കും. പല സ്ഥലങ്ങളിൽ പൊട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ശസ്ത്രക്രിയ വേണ്ടി വരുമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയുള്ള പരിശോധനകളിലൂടെയാണ് തീരുമാനിക്കാൻ പോകുന്നത്. എന്തായാലും 24 മണിക്കൂർ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇക്കാര്യത്തിൽ. അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യും. അമലും അരുൺ ശങ്കറുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.